മലയാള സിനിമ 2024 ഒരുങ്ങുകയാണ്. നിരവധി സുപ്രധാന പ്രൊജക്ടുകൾ ബോക്സ് ഓഫീസിലും അന്തർദേശീയ ചലച്ചിത്ര മേഖലയിലും ഗണ്യമായ സ്വാധീനം ചെലുത്താൻ പോവുകയാണ്. 2024 മലയാളക്കര ഭരിക്കാൻ ഒരുങ്ങുന്ന 5 ബിഗ് ബജറ്റ് സിനിമകൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം. മെഗാ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിക്കുന്ന ചിത്രങ്ങളും ബ്ലസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് അഭിനയിക്കുന്ന ആടുജീവിതവും ഇതിൽ ഉൾപ്പെടുന്നു. ബറോസ് 4 പതിറ്റാണ്ടിലേറെയായി മോഹൻലാൽ എന്ന പേര് മലയാള സിനിമയുടെ പര്യായമാണ്. പ്രിയപ്പെട്ട ലാലേട്ടൻ എന്ന് ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന നടൻ ഇപ്പോൾ ആദ്യമായി ബറോസ് എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ്റെ റോളിലേക്ക് ചുവടുവയ്ക്കുന്നു. സിനിമാ പ്രേമികൾ റിലീസിൻ്റെ ദിവസങ്ങൾ എണ്ണുകയാണ്. 3Dയിൽ മാത്രം ചിത്രീകരിച്ച ഈ ചിത്രം ഡി ഗാമയുടെ നിധി കാക്കുന്ന പ്രേതത്തിൻ്റെ കഥ വിവരിക്കുന്ന ഒരു ഫാൻറ്റസി കാഴ്ചയാണ്. മോഹൻലാൽ തന്നെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. വൈവിധ്യമാർന്ന ബാലകലാകാരന്മാരും മറ്റ് ശ്രദ്ധേയരായ ഇന്ത്യൻ ഹോളിവുഡ് അഭിനേതാക്കളും ഒപ്പമുണ്ട്. സന്തോഷ് ശിവൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ആൻ്റണി പെരുമ്പാവൂറാണ്. ഗണ്യമായ ഗ്രാഫിക് വർക്കുകൾ ഉൾപ്പെടുന്ന ബറോസിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ലോസ് ആഞ്ചലസിൽ നടക്കുന്നു. ഇത് 2024 റിലീസിനൊരുങ്ങുകയാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒരു നവാഗത സംവിധായകനും ഒന്നിക്കുന്ന ചിത്രങ്ങൾ പലപ്പോഴും ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളിൽ കലാശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സെപ്റ്റംബറിൽ പുറത്തിറങ്ങിയ കണ്ണൂർ സ്ക്വാഡിൻ്റെ അഭൂതപൂർവമായ വിജയം സമീപകാല ഉദാഹരണമാണ്. ഒരു പുതിയ സംവിധായകനുമായുള്ള മമ്മൂട്ടിയുടെ കെമിസ്ട്രിയുടെ ശക്തിയിലുള്ള ഈ ശാശ്വതമായ വിശ്വാസമാണ് അദ്ദേഹത്തിന് വരാനിരിക്കുന്ന സംരംഭമായ ബസൂക്കയെ ചുറ്റിപ്പറ്റിയുള്ള കാത്തിരിപ്പിന് പ്രധാന ഘടകം. ഡീനോ ഡെന്നീസ് സംവിധാനം ചെയ്ത് യൂട്ട്ലി ഫിലിംസ് നിർമ്മിച്ച് മമ്മൂട്ടിയെ അവതരിപ്പിക്കുന്ന സരേഗമയുടെ ഫിലിം സ്റ്റുഡിയോ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇതിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കിടയിൽ കാര്യമായ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. നടനും സംവിധായകനുമായ ഗൗതം വാസുദേവ മേനോനോടൊപ്പം മമ്മൂട്ടി ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത്. മമ്മൂട്ടിയുടെ ഹിറ്റ് ചിത്രമായ റോഷാക്ക് പിന്നിലെ ഛായാഗ്രഹൻ നിമിഷ് രവി തൻ്റെ ഭാഗ്യതാരവുമായി വീണ്ടും ഒന്നിക്കുന്നത് ബസൂക്കയിലാണ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ആക്ഷൻ ത്രില്ലറിൻ്റെ റിലീസ് തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആടുജീവിതം എഴുത്തുകാരൻ ബെന്യാമിൻ എഴുതിയ ഒരു സാഹിത്യ ബെസ്റ്റ് സെല്ലറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മാസ്റ്റർ ഫിലിം മേക്കർ ബ്ലസ്സി സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മാണ മൂല്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സാഹസികതകളിലൊന്നാണ്. നായകൻ നജീബിനെ അവതരിപ്പിക്കുന്ന പൃഥ്വിരാജ് സുകുമാരൻ തൻ്റെ കഥാപാത്രത്തിൻ്റെ ആധികാരികമായ ചിത്രീകരണത്തിനായി ശാരീരികമായി ആവശ്യപ്പെടുന്ന പരിവർത്തനത്തിന് വിധേയമായി. അക്കാദമി അവാർഡ് ജേതാവ് AR റഹ്മാൻ ചിത്രത്തിന് സംഗീതമൊരുക്കുന്നു. മറ്റൊരു അക്കാദമി അവാർഡ് ജേതാവായ റസൂൽ പൊക്കുട്ടി ഓഡിയോ ഡിസൈൻ കൈകാര്യം ചെയ്യുന്നു. ഹോളിവുഡ് നടൻ ജിമ്മി ജീൻ ലൂയിസ് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അമല പോളാണ് ചിത്രത്തിലെ നായിക. അതിമനോഹരമായ ദൃശ്യങ്ങൾ, വിഷയത്തിൻ്റെ തീവ്രത, ലോകോത്തര അണിയറ പ്രവർത്തകർ എന്നിവയാൽ ആടുജീവിതം കലാതീതമായ ഒരു സിനിമാറ്റിക് മാസ്റ്റർപീസ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിത്രം ഉടൻ തന്നെ ഒരു പ്രധാന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രീമിയർ ചെയ്യും. കാത്തിരിപ്പിൻ്റെ ആവേശത്തിൻ്റെ അളവ് വരാനിരിക്കുന്ന വിജയത്തിനുള്ള ഒരു മാനദണ്ഡമായി വർത്തിക്കുന്നുവെങ്കിൽ കേരളത്തിലെ എല്ലാ പ്രാരംഭ കളക്ഷൻ റെക്കോർഡുകളും തകർക്കാൻ മലൈക്കോട്ടെ വാലിബിന് കഴിയും. സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള തിരക്കുകൾക്ക് കാരണമായ നിരവധി കാരണങ്ങളുണ്ട്. സിനിമ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും അവരുടെ പ്രതീക്ഷകൾ മലൈക്കോട്ടെ വാലിബനിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതിൽ അദ്ദേഹം ഏറ്റവും കഴിവുള്ള യുവ സംവിധായകരിൽ ഒരാളായ ലിജോ ജോസ് പല്ലിശ്ശേരിയുമായി സഹകരിക്കുന്നു. കഥാപാത്രത്തിനെക്കുറിച്ച് നിർമ്മാതാക്കൾ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പോസ്റ്ററുകൾ സൂചന നൽകുന്നു. ലിജോയുടെ ആമേൻ രചിച്ച PS റഫീഖ് ആണ് ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത്. കത്തനാർ ദ വൈൽഡ് സോർസറർ നടൻ ജയസൂര്യയുടെ കരിയറിലെ ബജറ്റിൻ്റെയും സാങ്കേതിക മികവിൻ്റെയും കാര്യത്തിൽ ഏറ്റവും വലിയ നിർമ്മാണമാണിത്. 3Dയിൽ ചിത്രീകരിച്ച ഈ ചിത്രം ടോളിവുഡ് ക്യൂൻ അനുഷ്ക ഷെട്ടിയുടെ മലയാള സിനിമയിലേക്കുള്ള പ്രവേശനം കൂടിയാണ്. മാന്ത്രിക ശക്തിയുള്ള കടമറ്റത്ത് കത്തനാർ എന്ന പുരോഹിതൻ്റെ വേഷമാണ് ജയസൂര്യ അവതരിപ്പിക്കുന്നത്. മലയാളി നാടോടി കഥയുടെ ഭാഗമായ കള്ളിയങ്കാട്ട് നീലി എന്ന സുന്ദരിയായ പ്രേതത്തെ അനുഷ്ക അവതരിപ്പിക്കുന്നു. റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഗോകുലം മൂവീസാണ്. 2 ഭാഗങ്ങളിലായി ചിത്രം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ ഭാഗം 2024 തന്നെ സ്ക്രീനിൽ എത്തും.